ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ വീക്കിലി 1-2 പ്രാവശ്യമാണ് ക്ലീൻ ചെയ്യൽ. ഒരു തവണ എന്തായാലും ക്ലീൻ ചെയ്യലുണ്ട്. പിന്നെ ഒരു തവണ മക്കളൊക്കെ ഉള്ളതാണല്ലോ, എന്തെങ്കിലും ബെഡ്ഷീറ്റ് മാറ്റി അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ക്ലീനിങ് ആണ് ചെയ്യൽ. ഫസ്റ്റ് തന്നെ ഞാൻ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിടുകയാണ്, നല്ല എയറൊക്കെ കിട്ടാൻ വേണ്ടി. അതിനുശേഷം ഞാൻ മിററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും എടുത്തിട്ട് മിററും ചെന്ന് പിടിക്കലും ഒക്കെ കാരണം പെട്ടെന്ന് മിറർ അഴുക്ക് പിടിച്ച പോലെ പാടുകളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിങ് ഏരിയയിലെ മിററും നന്നായി എന്ന് വെച്ചാൽ വാഷ്റൂം ഉണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ വാഷ്റൂമിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ അതുമ്മ പിടിച്ചിട്ട് കൈയുടെയൊക്കെ പാടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ സ്ലൈഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കലും അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കലാണ് പിന്നത്തെ പണി. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. മോളുടെയും പിന്നെ എൻ്റെ ഇയറിങ്സ് അങ്ങനത്തെയൊക്കെ ബോക്സൊക്കെയാണ്. അത് ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ തന്നെ അവിടെ തന്നെ വെച്ചേക്കായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ നേരെ വിൻഡോസൊക്കെ നന്നായി നനച്ച് തുടച്ചെടുക്കുക ചെയ്തത്. വിൻഡോസുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ പൊടിയൊന്നുമില്ല, പക്ഷെ തുടച്ച് എടുക്കുമ്പോഴാണ് അവിടെ അത്രയും പൊടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. അത്രത്തോളം പൊടി ഉണ്ടായിരുന്നു. കാരണം റോഡ് സൈഡ് തന്നെയാണ് വീട്, അപ്പോൾ നല്ലോണം പൊടി പെട്ടെന്ന് പിടിക്കും. വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് കഴിയുന്ന പോലെ തോന്നും, കാരണം നല്ല സ്പീഡിലിട്ടിട്ട് സ്പീഡിൽ ക്ലീൻ ചെയ്തു. പക്ഷെ ഞാൻ ഓരോ കമ്പികളും തുടച്ചെടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്ത് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യൽ. അതിനുശേഷം ഞാൻ ബെഡൊക്കെ ഒന്ന് കൊട്ടി വേറെ ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കലാണ്. അപ്പോൾ ആഴ്ചയിൽ എന്തായാലും ഒരു ദിവസം എന്തായാലും എനിക്ക് ബെഡ്ഷീറ്റ് മാറ്റുക തന്നെ ചെയ്യും. അല്ലാതെ മക്കൾ വല്ല എന്തെങ്കിലും കൊണ്ടുവന്ന് കൊട്ടേ അല്ലെങ്കിൽ ചവിട്ടിക്കയറി എന്തെങ്കിലും അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാതെ വീക്കിലി ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുള്ളൂ. ബെഡ്ഷീറ്റ് പഴയത് മാറ്റി പുതിയത് വിരിക്കുമ്പോൾ തന്നെ റൂമിൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറും. നല്ല ക്ലീനും ഒക്കെ ആയിട്ട് നമുക്ക് റൂമിൽ വന്നിരിക്കാനും ഒക്കെ തോന്നും. അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചപ്പോൾ തന്നെ നല്ല ചേഞ്ചാണ് ഉണ്ടായിരുന്നത്. ഒരു ക്ലീനായ റൂം അതിൻ്റെ ഒരു ഇത് തോന്നിക്കണമെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുക തന്നെ വേണം. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മോൻ്റെ സ്റ്റഡി ടേബിൾ എന്ന് പേര് മാത്രമേ ഉള്ളൂ, സ്റ്റഡി ടേബിളിൽ കയറാത്ത ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് മെസ്സിയായി കിടക്കണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ അവിടെ ക്ലീൻ ചെയ്യൽ ഒരു മാസത്തിലൊരു തവണയൊക്കെയാണ് അത് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ എടുത്ത് തുടച്ച് പിന്നെ ടേബിളൊക്കെ നീക്കി അതിൻ്റെ അടിയിലൊക്കെ തുടച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ റൂം നന്നായിട്ട് ഡീപ്പായിട്ട് നല്ല പൊടി തട്ടി എല്ലാനും അടിച്ചു വാരി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണ ദിവസം ഞാൻ എല്ലാനും നീക്കിയിട്ട് നന്നായിട്ട് തന്നെ അടിച്ചു വാരി എടുക്കുക ചെയ്യൽ. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴാണ് ഈ റൂമിൽ ഇത്രത്തോളം പൊടി ഉണ്ടായിരുന്നു എന്ന് തന്നെ തോന്നുക. കാരണം നമ്മൾ ഡെയിലി അടിക്കുകയും തുടക്കുകയും ചെയ്താൽ പോലും നമ്മൾ ഡീപ്പായിട്ട് എല്ലാവരും മാറ്റിയൊക്കെ അടിച്ചു വരുമ്പോഴായിരിക്കും ഇത്രത്തോളം പൊടി നമ്മുടെ റൂമിൽ ഉണ്ടാവുമെന്ന് മനസ്സിലാവാം. അതിനുശേഷം ഞാൻ തുടയ്ക്കാമെന്ന് വിചാരിക്കണം. ഞാൻ ഒന്നില്ലെങ്കിൽ ഷാമ്പു അല്ലെങ്കിൽ എന്തെങ്കിലും തറ തുടയ്ക്കണ ലിക്വിഡ് എന്തെങ്കിലും ഒഴിച്ചിട്ടാണ് തുടയ്ക്കൽ. എന്നാലേ എനിക്കൊരു തൃപ്തിയാവുള്ളൂ ആ സ്മെല്ലും. പിന്നെ നല്ലൊരു തിളക്കവും തോന്നിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലോഷൻ എന്തെങ്കിലും ചേർക്കും ഞാൻ. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ട് 1-2 പ്രാവശ്യം വെള്ളത്തിൽ മുക്കി ഞാൻ തുടച്ചെടുക്കുക ചെയ്യണത്. എല്ലാവരും നീക്കി നല്ല ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഡെയിലി അടിച്ചു വാരിയൊക്കെ ഇടും, ഡെയിലി തുടക്കലില്ല. 1-2 അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ ഇങ്ങനെ നന്നായിട്ട് തുടച്ചെടുക്കൽ ചെയ്യുന്നത്. അങ്ങനെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേ തുണികൾ ഉണങ്ങിയത് ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ മടക്കി വെക്കലാണ് പിന്നത്തെ ടാസ്ക്.
തുടയ്ക്കലും എല്ലാവരും മടക്കിയൊക്കെ ഷെൽഫിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ റൂമിൽ പകുതി സാധനങ്ങൾ ക്ലീനായി. കാരണം റൂം കാണുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് തോന്നിക്കുക. കാരണം എല്ലാവരും അടക്കും ചുറ്റോടുകൂടി ഇരിക്കണത് കാണുമ്പോൾ എത്ര അടക്കി പെറുക്കി കഴിഞ്ഞാലും മക്കളുള്ളൊരു വീട്ടിൽ ഫുൾ ടൈമും നല്ല ക്ലീനായിട്ട് ഇരിക്കില്ല. എന്നാലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുക. അത് മക്കൾ വരുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് എടുത്ത് വെക്കും. അതൊക്കെ ഒരു ദിവസം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ തന്നെ പകുതി സമാധാനമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.